ഹലോ, സൈസ് ഡ്രീംബിളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ സ്കൂൾ അടച്ച ദിവസം വീട്ടിൽ പോവാണ് കേട്ടോ. വ്യാഴാഴ്ച അടച്ചിട്ടുണ്ട്, വെള്ളിയാഴ്ചയാണ് കേട്ടോ പോണത്. വ്യാഴാഴ്ച പോയിട്ടില്ല, വെള്ളിയാഴ്ചയാണ് പോണത്. ശനിയാഴ്ച വീട്ടിൽ കൊടുങ്ങല്ലൂർക്ക് പോകണം, പൂജയാണ്. അപ്പോൾ പിന്നെ അതിന് പോവാണ് കേട്ടോ. ഇവിടുന്ന് വർഷയും പോകുന്നുണ്ട്, അതായത് വലിയ നാത്തൂനും പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വീടൊക്കെ മൊത്തം ക്ലീൻ ആക്കിയിട്ടതാണ് കേട്ടോ. പിന്നെ കുറച്ച് ചോറും കറിയും ഏട്ടനുണ്ട്, ഏട്ടൻ പോരുന്നില്ല. പിന്നെ എൻ്റെ ബ്രദറാണ് കേട്ടോ വരുന്നത്. നാത്തൂന് ഇവിടെ ഉണ്ട് പറഞ്ഞല്ലോ, അപ്പോൾ അവളെ കൊണ്ടുപോകാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതാ പൂജയ്ക്ക് ഞാനൊരു കോഴീനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോഴീനെ ഇതാ രാവിലെ തന്നെ ഏട്ടൻ ഒരു ബോക്സിലാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വെള്ളവും വറ്റൊക്കെ കൊടുത്തായിരുന്നു, പക്ഷേ മൂപ്പര് അതൊക്കെ തട്ടി കളഞ്ഞിട്ടുണ്ടോ തോന്നുന്നു കേട്ടോ, പേടിച്ചിട്ടേ. അപ്പോൾ അതാ മൊത്തത്തിലൊന്നും ഞങ്ങൾ ക്ലീൻ ആക്കിയിട്ട് പോയതാട്ടോ. വരുമ്പോൾ ഇതാവും അവസ്ഥ ഒന്നും അറിയില്ല, കാരണം ഏട്ടനുണ്ട് ചിലപ്പോൾ ഒരു കുക്കിങ്, അപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ മാറും. അപ്പോൾ അതാ ഏട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടന് നാത്തൂനെയും കൊണ്ട്, നാത്തൂൻ്റെ ചെറിയച്ഛൻ്റെ വീടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അവിടേക്ക് കയറി താമസം പറയാൻ പോയതാണ് കേട്ടോ. കയറി താമസമല്ല, പാലുകാച്ചിലൊന്ന് ജസ്റ്റ് പറയാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ അതാ തറവാട്ട് വീട്ടിൽ JCB വന്നിട്ടുണ്ട്. JCB കൊണ്ട് മാന്താണ് കേട്ടോ. മുന്നൊക്കെ മൊത്തം കുഴിയെടുത്ത് നമ്മൾ കെട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേസ്റ്റ് കുഴി ഉണ്ടായിരുന്നില്ല, അപ്പോൾ വേസ്റ്റ് കുഴി ഒന്ന് കെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് അവർ രണ്ടുപേരും പോയി വരുന്നുണ്ട് കേട്ടോ. കൂടെ കണ്ണനും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീടിൻ്റെ പാല് കാച്ചിലാണ് 5-ാം തീയതി. പിന്നെ ഫങ്ഷനായിട്ട് കഴിക്കുന്നത് 18-ാം തീയതിയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും ഡേറ്റ് കിട്ടിയില്ല. അപ്പോൾ 5-ാം തീയതി കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പുണ്ട്, വിഷു കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ 5-ാം തീയതിക്കത്തെ പരിപാടി പറയാൻ വേണ്ടിയിട്ടാണ് രണ്ടാളും പോയിട്ടുള്ള. ചെക്കൻ പോയിട്ടില്ല, ചെക്കൻ അവിടെ ഇരുന്ന് ഊഞ്ഞാലാടാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കിലാണ് ഞാൻ കോഴീനെ വെച്ചിട്ടുള്ളത്, കണ്ടോ. അപ്പോൾ കോഴി ഉണ്ടായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇവിടെ ഇരിക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ ഞാനാണ് ഇതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ലച്ചും. അപ്പോൾ അതാ വർഷേൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് നെല്ലും, പിന്നെ അതേപോലെ തന്നെ ചക്ക, പിന്നെ കുറേ സംഭവങ്ങൾ, മാങ്ങയും എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പാടെ, പിന്നെ ഞങ്ങളുടെ 3 ബാഗും ഒക്കെ പാടെ ആയപ്പോഴത്തേന് വണ്ടി നിറഞ്ഞു കേട്ടോ. അപ്പോൾ മക്കൾക്ക് ബാക്കിലിരിക്കാൻ ഭയങ്കര പേടി. അപ്പോൾ അതാണ് 3 കൂടെ മുന്നിൽ തന്നെ കയറി കുത്തിരിക്കുന്നത് കേട്ടോ. കോഴി പാറിക്കുത്തുമോ എന്നൊക്കെ പറഞ്ഞു കണ്ട് എന്താ ഒരു റീല് കണ്ടതിന് ശേഷം പിന്നെ കോഴീനെ ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ അതാ ലച്ചമോള് പിന്നെ പോരുന്ന തിരക്കിൽ ചെരുപ്പ് മാറിയിട്ടു കേട്ടോ. ചെരുപ്പ് മാറിയിട്ടു പറഞ്ഞാൽ എൻ്റെ ചെരുപ്പ്, ഞാൻ പഴയത് വീട്ടിലിരുന്ന ചെരുപ്പുണ്ടല്ലോ, അതിട്ടിട്ടാണ് പോന്നിട്ടുള്ളത്. അതാ കണ്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞിങ്ങനെ ചിരിച്ചു പോരുന്നു കേട്ടോ. ഞങ്ങൾ ചിലർക്കൊക്കെ അങ്ങനെ പറ്റലുണ്ടല്ലേ, നമ്മൾ കാലമ്മയ്ക്ക് നോക്കൂല, ഇട്ട ഏതാ ചെരുപ്പ് വെച്ചാൽ അതിട്ടാണ് പോരും. അപ്പോൾ അത് വർഷേൻ്റെ വലിയ ഏട്ടനാണ് കേട്ടോ. ഏട്ടന് ഇവിടെ കടയാണ്. അപ്പോൾ ഏട്ടന് കുട്ടികളെല്ലാവരെയും കണ്ടപ്പോഴത്തേന് മുട്ടായിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ അമ്മയും കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ. അയനിക്കോട് നിന്ന് വീട്ട് എത്താൻ നേരത്ത് ബാങ്ക് വിട്ടിട്ട്, പിന്നെ ഞങ്ങൾ ബാങ്ക് വിട്ട് വരുന്ന സമയമൊക്കെ ആയിട്ടുണ്ട്. 5 മണി 5:15 ആയിട്ടുണ്ട് കേട്ടോ പോരാനായപ്പോഴത്തേന്. അപ്പോൾ അതാ വീട്ടിൽ നോലുമ്പാണ്. അപ്പോൾ പിന്നെ ഞാൻ മേൽ കഴുകിയിട്ട് അടുക്കളയിൽ കയറാൻ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മക്കളൊക്കെ കുളിക്കുകയാണ്. അതിന് ശേഷം ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അമ്മ അതാ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. എന്തെങ്കിലും ഇപ്പോൾ ഉണ്ടാക്കിയത്, ചായ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതാ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അച്ഛൻ. ചിക്കനല്ല, പാർട്സും ഒക്കെ പാടെ കൂടിയിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മ പോന്നപ്പോൾ പിന്നെ കുറച്ച് പൊറാട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ മക്കൾ കഴിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിച്ചിട്ടില്ല, ഞാൻ കുളിക്കാൻ കുറച്ച് നേരം വൈകി. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാ മക്കൾ കഴിക്കുന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ചിരിക്കുകയായിരുന്നു ഞങ്ങൾ. പിന്നെ അതാ വർഷ, ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്. ചക്ക ഉണ്ട്, മുരിങ്ങാക്കായ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ പാലുണ്ട്. അവളെ വീട്ടിൽ പശുവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾ വരുമ്പോൾ പാലും മോരും എല്ലേതും കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുന്നു, പാല് നമുക്ക് പിന്നെ ചായക്ക് കൂട്ടാൻ പറഞ്ഞിട്ടേ. അപ്പോൾ അതാ ഞങ്ങൾ പാൽ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് പൊറാട്ടയും കൂട്ടി കഴിക്കാൻ കേട്ടോ. നല്ല അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു. അമ്മ കഴിച്ചിട്ടില്ല കേട്ടോ. അമ്മ പിന്നെ ചിക്കനൊക്കെ റെഡിയാക്കിയിട്ട് നാമം ചൊല്ലാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അമ്മ നാമം ചൊല്ലുകയാണ്. അപ്പോൾ ഇതാ വിഷ്ണു സഹസ്രനാമമാണ് കേട്ടോ ചൊല്ലണത്. അപ്പോൾ ഇതിപ്പോൾ ഫോണിൽ കൂടെ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ അതിൻ്റെ ഒരു പിന്നെ ഓരോ നാമത്തിൻ്റെയും എന്താണോ അർത്ഥം എന്ന് വെച്ചാൽ അതൊക്കെ പറഞ്ഞു കൊടുക്കണൊരു ഇതും കൂടെ ഉണ്ട്. അപ്പോൾ അത് കേട്ടിട്ടാണ് അമ്മ അങ്ങനെ വായിച്ച് പോണത്. അതാവുമ്പോൾ പിന്നെ നമ്മൾ ഓരോ വരിയും അതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ
ചൊല്ലി പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ അമ്മ അത് തുടങ്ങിയിട്ട്. സന്ധ്യാനേരത്തും പിന്നെ അതേപോലെ തന്നെ പുലർച്ചെ സമയത്തുമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാറുള്ളത്. അപ്പം ഇന്ന് മക്കൾ എല്ലാവരും കൂടെ ഉണ്ടായിട്ട് അമ്മയ്ക്ക് കേൾക്കണമെന്നല്ല പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ആകുമ്പോൾ ഭയങ്കര ബഹളമല്ലേ. ഞാനിതിൻ്റെ സൗണ്ടൊന്നും ഇതിൽ ആഡ് ചെയ്യണില്ല കേട്ടോ. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു സൗണ്ട് വേണമെന്ന്, പക്ഷേ മക്കളെ ഭയങ്കര സൗണ്ടാണ്. അപ്പം എങ്ങാനും നമുക്ക് കോപ്പിറൈറ്റ് കിട്ടിയാലോ വിചാരിച്ചിട്ടേ അപ്പോൾ ഞാൻ സൗണ്ട് ആഡ് ചെയ്തില്ല കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ വർഷ കുറച്ച് മീഷോന്ന് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ അൺബോക്സിങ് ചെയ്യാൻ കേട്ടോ. ഇത് ടിന്നുകളാണ്, നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ടയ്ക്കാൻ പറ്റിയ ടിന്നുകളാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ടിന്നാണ് കേട്ടോ. പിന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ പുതിയ വീടൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരു ഭംഗിയല്ലേ, ഒക്കെ ഒരേപോലത്തെയൊക്കെ ആകുമ്പോൾ വെച്ചത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയല്ലേ. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തതായിരുന്നു. ഇപ്പോൾ ഇതാ കണ്ടോ 4 ടിന്നുണ്ട് കേട്ടോ. അതേപോലത്തെ 6 ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് അത് തന്നെ ഇട്ടേക്കാം കേട്ടോ. ഞാനങ്ങനെ മീഷോന്ന് ഓർഡർ ചെയ്യാറില്ല കേട്ടോ. പക്ഷേ കുറേ എല്ലാ സാധനങ്ങളും മിക്കവാറും അങ്ങനെ ഓർഡർ ചെയ്ത് വാങ്ങൽ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു മാലയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ സ്പൂണ് പക്ഷേ വലുതിക്ക് പറ്റൂല, ചെറുതിക്ക് 3 എണ്ണത്തേക്ക് ഒക്കെ റെഡിയാണ്. വലിയ ബോക്സിക്ക് പറ്റൂല കേട്ടോ. അതിന് വേറെ സ്പൂൺ ഇടേണ്ടി വരും. പക്ഷെ എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതാ കണ്ടോ, ഇതേപോലെ 4 എണ്ണമാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതൊക്കെ അങ്ങനെ ഉള്ളിൽ അങ്ങനെ പാക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. മക്കളാകെ കലബിലിയാക്കുന്നുണ്ട് കേട്ടോ. ഓരോ ബോക്സ് ഓരോരുത്തർ എടുത്ത് അടപ്പ് വേറെയും ടിന്ന് വേറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കി. ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മാല കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. എത്ര ഇപ്പോൾ പ്രൈസ് അവൾ പറഞ്ഞു, ഞാൻ മറന്നുപോയി. എന്തായാലും നല്ല ഭംഗിയുണ്ട്. അവൾക്ക് പിന്നെ നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ പാലുകാച്ചലിൻ്റെ അന്ന് നല്ല പിന്നെന്താ പറയുക, സർവാഭരണ വിഭൂഷികയായിട്ട് കയറണം എന്നൊക്കെ ഇങ്ങനെ പറയണത് കേൾക്കാം. അപ്പോൾ ആഭരണങ്ങളൊക്കെ എന്തായാലും പോയിട്ടുണ്ട് വീട് പണി കൊണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ ജ്വല്ലറി ഐറ്റംസ് ഒന്ന് വാങ്ങിയതാണ് കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതാ കണ്ടോ. പിന്നെ ഞങ്ങൾ കൊലയമ്മലൊക്കെ ഇങ്ങനെ പോയി ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ എന്ത് കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെ പടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഇന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ. പക്ഷേ കുറേ സമയമായി അച്ഛൻ പൊട്ടിക്കാൻ നോക്കിയിട്ട് അതിൻ്റെ ഇറക്കി എൻ്റെ ഫോണൊക്കെ എടുത്ത് എറിഞ്ഞതാണ് കേട്ടോ. മറ്റവനെ അവന് പടക്കം പൊട്ടിക്കുകയാണ് പറഞ്ഞിട്ടേ പേടിച്ചിട്ട്. അപ്പോൾ കുറേ സമയമായി. പിന്നെ അച്ഛ കൊളുത്തിട്ടിട്ട്, പക്ഷേ ഇതുവരെ പൊട്ടിയിട്ടില്ല കേട്ടോ. കണ്ടോ, ഇനിയിപ്പോൾ പൊട്ടും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ പൊട്ടും എന്നുള്ള ആ ഡയലോഗും പറഞ്ഞിട്ടേ. അപ്പോൾ എന്തായാലും പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ വർഷത്തെ ആയതുകൊണ്ടേ കുറച്ച് തിരി ഇളകിയതോ എന്തോ അറിയില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. പൊറോട്ട കഴിച്ചതുകൊണ്ട് തന്നെ വല്ലാതൊന്നും പോയിട്ടില്ല. അപ്പോൾ ചെറിയ ഏട്ടൻ വന്നപ്പോൾ കുറച്ച് കടലമിഠായി ഉണ്ടെന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിക്കുകയാണ് ഞാൻ. ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കടലമിഠായി കഴിക്കുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. അമ്മ കഷായം ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ വയറിന് നല്ല വയറ് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് പറഞ്ഞിട്ട് എന്തൊക്കെയോ കഷായങ്ങൾ ഭയങ്കര കയ്പ്പാണ്. എന്നും രാവിലെയും വൈകിട്ടും കുടിക്കണം. അപ്പോൾ ഒരു കലം കുടിച്ച് തീർത്തു കേട്ടോ. അവരൊക്കെ എന്നും പുലർച്ചെ കഴിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ സിറ്റ് ഔട്ടിലിരുന്ന് കുറച്ച് സമയം അങ്ങനെ സംസാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻ്റായിട്ടൊന്ന് അറിയിക്കണേ. അപ്പോൾ താങ്ക് യു.